ധ്രുവ് റാത്തിനെ കൊണ്ട് ഒരു 10,000 വീഡിയോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കൊണ്ടുണ്ടായ ക്ഷീണം പലർക്കും മാറും എന്നുള്ള കാര്യം സംശയമാണ്. ഏസ്തറ്റിക്സും സംവിധാന മികവും അല്ലെങ്കിൽ ഇനി ടെക്നിക്കൽ സൈഡോ എന്ത് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ വരുന്ന ഒരു സ്പൈ മൂവി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതുവരെ ബോളിവുഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചേരുവകളുണ്ട് ഒരു സ്പൈ മൂവിക്ക് വേണ്ടതായിട്ടുള്ള. അതിനെ മുഴുവൻ എൻറ്റയർലി മൊത്തത്തിൽ പൊളിച്ച് മാറ്റിക്കൊണ്ട് പുതിയൊരു അപ്രോച്ചാണ് ഞാൻ ഈ സിനിമ നടത്തിയിട്ടുള്ളത്. അതായത് ലാഹോറിലെ മരഞ്ചുറ്റി പ്രണയം, കറാച്ചിയിലെ സുഗന്ധം വരുത്തുന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ നടിയുടെ ബിക്കിനി ഷോട്ടുകൾ, ഇതൊക്കെ പ്രതീക്ഷയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ പടം നിങ്ങളെ തീർത്തും നിരാശരാക്കും. പിന്നെ ഒരുപാട് സത്യങ്ങൾ ഈ സിനിമ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പടത്തിന് പല രാജ്യങ്ങളിലും ബാൻ നേരിടേണ്ടി വരും. ഇപ്പോൾ GCC കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ പടം ബാൻ ചെയ്തിട്ടുണ്ട്. പലർക്കും കേൾക്കുമ്പോൾ അത്ര രസിക്കാൻ സാധ്യതയില്ലാത്ത പല സത്യങ്ങളും ഈ സിനിമ തുപ്പുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ചിലരുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരുടെ ഫിലിമിന് വരെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സിനിമയിലെ അക്ഷയ് ഖന്നനെ എടുത്തു പറയണം. കാരണം രൺവീർ സിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറെങ്കിലും അയാളെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രകടനവും സ്വാഗം കാരണം മൊത്തത്തിൽ സിനിമ പുള്ളിയുടേതാക്കി മാറ്റി അക്ഷയ് ഖന്ന എന്ന് പറയുന്ന ആൾ. അക്ഷയ് ഖന്നയുടെ പെർഫോമൻസ് മാത്രം കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന ആൾക്കാർ വരെയുണ്ട്. ഈ പടം ഭയങ്കര ലെങ്തിയാണ്, ഏകദേശം 3.5 മണിക്കൂർ ഈ പടമുണ്ട്. പക്ഷേ ആ 3.5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുമ്പം നമ്മൾ പാകിസ്ഥാനിൽ ഒരു 3.5 മണിക്കൂർ നമ്മൾ പാകിസ്ഥാനിൽ ജീവിച്ച പോലെ ഒരു പ്രതീതി ഉണ്ടാവും. കാരണം അത്ര പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ മേക്കിങ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് മാധവൻ ഇൻ്റലിജൻസ് മേധാവിയായിട്ട് അഭിനയിക്കുകയാണ് ആൾ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധവനാണെന്ന് മനസ്സിലാവാൻ തന്നെ എനിക്ക് കുറച്ച് നേരം എടുത്തു. കാരണം അത് പരകായ പ്രവേശം നടത്തിയ പോലെ ഉണ്ടായിരുന്നു. കാരണം അജിത് ഡോവാലിൻ്റെ ഏകദേശം എല്ലാ തരത്തിലുള്ള മാനറിസവും ലുക്സിലാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ആൾക്ക് കൊണ്ടുവരാൻ പറ്റി. ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അതിലെ എല്ലാ കഥാപാത്രങ്ങളും ആ റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ രൂപസാദൃശ്യം കൃത്യമായിട്ട് വരുന്ന രീതിയിലാണ് ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. രൺവീർ സിംഗിനെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയാം. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ ടാലൻറ്റ് അന്യായമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളീനല്ലാതെ വേറെ ഒരാളെ സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഈ സിനിമയിൽ അക്ഷയ് ഖന്നയാണ്. അക്ഷയ് ഖന്ന ചെയ്ത റഹ്മാൻ ബലൂച്ച് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആരാധനയായി പോയി. പക്ഷേ റിയൽ ലൈഫിൽ ആ വ്യക്തി നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതൊക്കെ മറന്നു പോകണം. കാരണം അയാളുടെ പെർഫോമൻസിൻ്റെ മുന്നിൽ നമ്മൾ ഒരു ഫാനായി മാറി എന്ന് പറയാം. ഇത് ഇവിടുത്തെ ഈ ധ്രുവ് റാത്തിനെ പോലത്തുള്ള ലിബറൽ യൂട്യൂബേഴ്സിന് അത്ര സഹിക്കുന്ന കാര്യം അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ ധ്രുവ് റാത്തി ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് ഈ പാകിസ്ഥാൻ്റെ ക്രൈം കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഈ അധോലോകം എങ്ങനെയാണ് നമ്മുടെ കൺട്രീനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ തുറന്ന് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തോ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടത് പഴയ പോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ കറാച്ചിയിലെ മരഞ്ചുറ്റി പ്രണയോ അല്ലെങ്കിൽ ബീച്ചിൽ കൂടെയുള്ള ഓട്ടം, ബിക്കിനി, ഇങ്ങനത്തെ സ്പൈ മൂവീസ് ആയിരിക്കാം ഇവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്.